ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. കുറച്ച് അപ്ഡേറ്റുകളേ ഉള്ളൂ, വളരെ കുറച്ച് അപ്ഡേറ്റുകൾ. ഒന്നാമത്തെ അപ്ഡേറ്റ് തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ പോസ്റ്റർ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് അത്ര ക്ലിയർ ഒന്നും ഇല്ലാത്ത, നമ്മളിങ്ങനെ എന്താ പറയാ പുറത്ത് ഒട്ടിച്ചിട്ടുള്ള, അതായത് ഈ എന്താ പറയാ ഫാൻസ് ഒക്കെ കൊണ്ടുപോയി ഒട്ടിക്കുമല്ലോ ഫ്ലെക്സ്, അതിലൊക്കെയുള്ള സാധനമായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വീണ്ടും അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതാണ് സംഗതി. 25/4/25 എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു പൈപ്പ് റേഞ്ച് ഒക്കെ ഉള്ള പരിപാടിയാണ്. ഈ സിനിമ ത്രില്ലറോ മറ്റു സംഭവങ്ങളൊന്നും അല്ല എന്നുള്ളത് ഡയറക്ടർ തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കണ്ട. എന്നിരുന്നാൽ പോലും ഒരു ഡൗട്ട് എന്ന രീതിയിൽ എന്തൊക്കെയോ സംതിങ് ഈസ് ദെയർ, സംതിങ് ഫിഷി എന്ന് പറയാവുന്ന രീതിയിൽ എന്തോ ഇല്ലേ എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ പൈപ്പ് റേഞ്ച് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ വെറുതെ പൈപ്പ് റേഞ്ച് ആയിട്ട് നിൽക്കില്ല. അതായത് വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് എന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്ന പരിപാടിയല്ല. കുട്ടിച്ചൻ എന്ന മണിയമ്പിള്ള രാജുവിന്റെ കഥാപാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ എടുത്തു കൊടുക്കുന്ന ഒരു സാധനമല്ല. മുഖത്തെ ഭാവങ്ങളൊക്കെ, ആൻഡ് ഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടന്റെ മുഖത്ത് ഇപ്പൊ ഭാവങ്ങൾ അങ്ങനെ അങ്ങനെ വന്ന് മറയാണ്. ജസ്റ്റ് ആ സതയം ഫീൽ വന്നിട്ടുള്ള സാധനമൊക്കെ ഗംഭീരായിരുന്നു. പിന്നെ എന്തായാലും അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതായത് ജോണർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ട് ഹൈപ്പിന്റെ പേരിൽ. കാരണം പുള്ളി ഒരു പക്ക ഫാമിലി ഡ്രാമയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ ഒരു മറ്റു പടമായിട്ടുള്ള കമ്പാരിസൺ ഒന്നും വേണ്ട. പുതിയ ട്രെൻഡുകൾ, പുള്ളിക്കാരൻ ട്രെൻഡ് സെറ്റർ ആവുന്നല്ലാതെ ഒരു ട്രെൻഡിനെയും പുറകെ പോകുന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുള്ളത് ദൃശ്യം സിനിമ, അതിന്റെ നമുക്കൊക്കെ അറിയാം. ദൃശ്യം പോലൊരു സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർഫോമൻസ് ഓറിയന്റഡ് എന്ന രീതിയിൽ, അല്ലെ ദൃശ്യമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ ജോണർ ഒന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. സോ പുള്ളിക്കാരൻ പറയേണ്ട അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഡ്രാമയാണെന്നുള്ളത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കും എന്നുള്ളതും തുറന്നു പറഞ്ഞിട്ട് കംപ്ലീറ്റ് ലാലേട്ടന്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഈ പരിപാടി മൊത്തം പോകുന്നത് എന്നുള്ളതും തരുൺ മൂർത്തി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നല്ലൊരു പെർഫോമൻസ് തന്നെ കാണാൻ പറ്റും വിശ്വസിക്കുന്നു. ആൻഡ് ഇവിടെയൊക്കെ മുഖത്തൊക്കെയുള്ള സാധനങ്ങളെ ആ പഴയ ലാലേട്ടൻ ഒരു നോട്ടത്തിലും ഭാവത്തിലും വരെ അഭിനയം വരുന്ന, കൈവിരലുകൾ പോലും അഭിനയിക്കുന്ന ആ ലാലേട്ടൻ, ആ ഭാവം മുഖത്ത് വരും തോന്നും. പിന്നെ ഇവിടുത്തെ രണ്ട് കവിളിച്ചേട്ടൻ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട്, സത്യം പറയാലോ. ഇനി അതല്ലാതെ പറയാനുള്ളത് UA സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്ന് ഇതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് മുകളിൽ നിന്നുള്ള ഷോട്ടാണ്. എന്നിട്ട് ആ കാർ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്താ 15 അല്ലെ എഴുതിയിട്ട് 15+ ആയിരിക്കും കാണാൻ പറ്റുന്ന. പിന്നെ മഴ നനയല്ലല്ലോ കുട്ടിച്ച, എല്ലാരും കൂടി എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കുമല്ലേ എന്നുള്ള പുള്ളിയുടെ ഡയലോഗ് എഴുതിയിട്ടുണ്ട്. സൺസൈഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റേറ്റഡ് 50 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ UA സർട്ടിഫിക്കേഷൻ തന്നെയാണ്. വ്യൂവർ ഡിസ്ക്രീഷൻ അഡ്വൈസ്ഡ്, അൺറേവൽ വാട്ട് ലൈസ് ബിനീത്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതിയിട്ടുണ്ട്. സോ അതാണ് തുടരും സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ ചിയാൻ വിക്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരുന്ന ചിത്രം വീര ധീര സൂരൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ സിനിമ OTTയിൽ വരെയാണ്. ഏപ്രിൽ 24 മുതൽ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നാണ് പറയുന്നത്. ഗംഭീര സിനിമയാണ്. ആ പഴയ ചിയാനെ തിരിച്ചു കിട്ടി എന്ന് പലരും പറഞ്ഞിട്ടുള്ള, എന്താ പറയാ, നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന അത്തരത്തിലുള്ളൊരു സിനിമയാണ്. അല്ലാതെ ഒരു ഈസ്റ്റർ പോസ്റ്റർ വന്നിട്ടുണ്ട്, ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയുടെ ആഭ്യന്തര കുറ്റവാളി പോസ്റ്റർ ഇതാണ്. ഈ സിനിമയിൽ വളരെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത്, പക്ഷെ അതിന്റെ പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു സാധാരണ ടൈപ്പ് പടം ആകുമോ എന്നൊരു തോന്നലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അറിയില്ല, ഇറങ്ങുമ്പോൾ തന്നെ അറിയുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുമായിരിക്കാം. എന്തായാലും ഇവിടെ എന്തോ ഒരു വലിയ ഫംഗ്ഷനിൽ എൻജോയ് ചെയ്ത് മഴയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആസിഫിന്റെ ഫോട്ടോ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള പോസ്റ്ററാണ്. ഈസ്റ്റർ പോസ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈസ്റ്ററിന്റെ പോസ്റ്റർ ആയിട്ട് തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ദിലീപേട്ടൻ നായകനാണ് ചിത്രത്തിന്റെ പോസ്റ്ററും വന്നിട്ടുണ്ട്. എനിക്കൊരു ടിപ്പിക്കൽ ഈ അടുത്ത് വന്ന ദിലീപേട്ടൻ പടങ്ങൾ പോലെ തന്നെയാവും എന്നാണ് തോന്നുന്നത്. തെറി വിളിക്കേണ്ടവർക്ക് വിളിക്കാം. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ പടത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. കാരണം എനിക്ക് കണ്ടിട്ടുള്ള പാട്ടാണെങ്കിലും മറ്റു സംഭവങ്ങൾ കണ്ടിട്ടും സ്ഥിരം പുള്ളി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. സ്ഥിരം കാണിക്കുന്ന പരിപാടികൾ തന്നെ കാണിക്കാനുള്ള പരിപാടി. അങ്ങനെ ചെയ്താൽ ഇതും പൊട്ടാനാണ് സാധ്യത. അത് തുറന്നു പറയുന്നത്. കാരണം നിങ്ങൾ ഇറങ്ങിയിട്ട് മുമ്പ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറയരുത്. കാരണം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇനി സിനിമ വരാതെ നമുക്ക് ആ സിനിമയിൽ ഒന്നും പറയാൻ പറ്റില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നല്ല പടമാകട്ടെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കണ്ടിടത്തോളം ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള പവി കെയർ ടേക്കർ, അതിലെ കാണിക്കുന്ന സ്ഥിരം പരിപാടികൾ, അത് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാണ്. അതിന് നിങ്ങൾ ദിലീപ് ഹേറ്റർ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ പറയാൻ തോന്നുന്നത് നമ്മളെ കൂടെയാണെങ്കിലും പറയണം, പറഞ്ഞിരിക്കും. റെട്രോ ട്രെയിലർ 10 മില്യണും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു പോസ്റ്ററും അവർ തന്നിരുന്നു. എന്താ പോസ്റ്റർ! എനിക്ക് ഈ സിനിമ കാണുമ്പോഴാണ് വല്ലാത്തൊരു
ആ സിനിമ കാണൽ ത്വര ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഓഡിയോ ലോഞ്ചിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിച്ചിരുന്നു. മറ്റേ കങ്കൊക്കെ കൊടുത്ത പോലെ വലിയ ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ല. തന്നെ വലിയ കാര്യം വളരെ കോമൺ ആയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതിലുള്ള സന്തോഷമുള്ള കുറച്ച് മൊമെന്റ്സ്, അദ്ദേഹത്തിന്റെ ചില വിശ്വാസങ്ങൾ, പ്രതീക്ഷകൾ, അതൊക്കെ വെറുതെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പടം നല്ലൊരു പടമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് കാർത്തിക് സുബ്രാജ് അതൊരു വലിയ ഫാക്ടറാണ് ഈ സിനിമയുടെ വിജയത്തിൽ. അതുപോലെ തന്നെ വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ജയറാമേട്ടനാണെങ്കിലും ജോജു ജോർജ് ആണെങ്കിലും, ജോജുവിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ അച്ഛനാണോ രീതിയിലെ കമന്റുകളൊന്നും എനിക്കറിയില്ല. അതായത് ഡാഡി കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു അവരാണ് പറഞ്ഞത്. അതൊരു കോമൺ ഡയലോഗായിട്ട് പറഞ്ഞതും ആയിരിക്കാം. എന്തായാലും ഇവിടെ നല്ല കിടിലൻ ലുക്കിലാണ് നമ്മുടെ സൂര്യ അണ്ണൻ ഇരിക്കുന്നത്. അപ്പോ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ് കളങ്കാവൽ ഇന്നലെ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 11 മണിക്ക് പടം വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് എനിക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും കളങ്കാവലിന്റെ പോസ്റ്ററിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഭാവമായിരുന്നു നമുക്കിനെ മുഖത്ത് വന്ന്. ഇവിടെ ഇത് കണ്ടപ്പോ എന്താ പറയുക, ശൃംഗാരമാണോ, എനിക്കറിയില്ല എന്ത് ഭാവാന്നുള്ളത്. വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ ഡിഫറൻസ് അവിടെ ഉണ്ട്. ചിരിയിലും ആ നോട്ടത്തിലും കണ്ണിലും, എന്തിന് കവിളിലും മൂക്കിലും നെറ്റിയിലും വരെ വ്യത്യാസം കൊണ്ടുവന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ. അങ്ങനെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാം. ആ അതേ കഥാപാത്രം തന്നെ മുടി മുകളിലേക്കൊക്കെ ചിരിയുള്ള സംഭവം തന്നെയാണെങ്കിലും ആ ചിരി നിങ്ങൾ നോക്കിയേ, എന്താണ് അതിലുള്ളത്? ശൃംഗാരമാണ്, എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു ക്രൂരത എവിടെയോ കിടക്കുന്നില്ലേ എന്നൊരു തോന്നൽ. കാരണം എവിടെയോ എനിക്കൊന്ന് റൈറ്റ് ഭാഗത്ത്, ഇടത് ഭാഗത്ത് മുഴുവനായിട്ട് അത് മനഃപൂർവ്വം ഇവർ ചെയ്യുന്നതല്ല. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഒപ്പര ചിരിയിരിച്ചു. ബട്ട് ഒരു പക്ഷെ ഉള്ളിൽ ആ ഭാവം പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവാം. ശൃംഗാരമാണെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ ഒരു ശൃംഗാരം, ഞാൻ പറയുന്നത് ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ, ശൃംഗാരം എന്നല്ല, ആ ചിരിയിൽ ഒരു ക്രൂരത കൂടി ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കല്ല നിങ്ങളുടെ എന്താണ്. സം ഫേസസ്, ഒരു മിനിറ്റ് കേട്ടോ, അത് മിസ്സായി, ഒരു മിനിറ്റ്. സം ഫേസസ് റൈസ് ക്വസ്റ്റ്യൻസ് നോട്ട് ആൻസേഴ്സ്. ശരിയാണ്, ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്, ഉത്തരങ്ങളല്ല. ഇവിടെയും കുറെ ചോദ്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് സിനിമ വരുമ്പോൾ അറിയാം. ഈ പറഞ്ഞ പോലെ കളങ്കാവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ അതിന്റെ താഴെ വന്നിട്ടുള്ളൊരു കമന്റ്, അത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇതിനു മുമ്പ് എടുത്തു വെക്കാൻ വിട്ടുപോവുകയും ചെയ്തു. അതായത് ആരെയോ തേടിയുള്ള, ആ കമന്റ് ഇട്ട ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടെ കമന്റ് ഇട്ടാൽ നല്ലതായിരിക്കും. ആരെയോ തേടിയുള്ള കാളിയുടെ ഓട്ടം എന്ന രീതിയിൽ അങ്ങനെ എന്തോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ കാളി എന്ന് പറയുന്നത് വിനായകനും മറ്റേ കഥാപാത്രം മമ്മൂക്കയും. അപ്പോൾ ആ ഇതിനെ തേടിയിട്ടുള്ള, അത് കളങ്കാവിനോട് ഉദ്ദേശിച്ചതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള ഉത്തരം എന്താ ചോദിച്ചിരുന്നു ഞാൻ. അപ്പൊ അതിനെക്കുറിച്ചാണ് കമന്റ് ഇട്ടിരുന്നത്. സോ അങ്ങനെ തന്നെയാണ് സംഭവം എനിക്ക് തോന്നുന്നു. അപ്പൊ മമ്മൂക്കേന്റെ ആ ഒരു കഥാപാത്രം തേടിയിട്ടുള്ള വിനായകന്റെ ആ ഓട്ടം, അതാണ് സിനിമ എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിരുന്നു. സോ വൻ പ്രതീക്ഷയാണ് സിനിമയിലുള്ളത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് തുടരും സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്, നിങ്ങളുടെ ആകാംക്ഷകൾ എന്താണെന്നുള്ളതൊക്കെ കമന്റ് രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ.